കെ.എം. മാണി എന്ന അതികായനായ നേതാവ് വളർത്തി വലുതാക്കി വിട്ടതാണ് റോഷി അഗസ്റ്റിനെ. 2001 റോഷി അഗസ്റ്റിൻ ഇടുക്കി നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടായിരുന്നു. അദ്ദേഹം വിജയിച്ചതിന് ശേഷം പിന്നീട് അങ്ങോട്ട് പരാജയം ഇന്നേ വരെ ഏറ്റുവാങ്ങിയിട്ടില്ല. 2006-ലും 2011-ലും 2016-ലും 2021-ലും വിജയം ആവർത്തിക്കുക തന്നെ ചെയ്തു. എന്നാൽ 2026-ൽ അദ്ദേഹത്തിന് പരാജയം ഉറപ്പാണ് എന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗം തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അതിന് കാരണമായത് രണ്ടാണ്. ഒന്നാമത്, ഇടുക്കി നിയമസഭാ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കും എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അച്ചു ഉമ്മൻ്റെ പേര് പരിഗണിക്കണം എന്ന് വലിയ രീതിയിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ഇപ്പോൾ ചർച്ച വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അച്ചു ഉമ്മൻ്റെ മാത്രമല്ല, നിരവധി പേരുടെ പേരുകൾ അതിനകത്ത് പരിഗണിക്കുന്നുണ്ട്. ഏതായാലും കേരള കോൺഗ്രസ് എമ്മിന് ഇനി ഇടുക്കി വലിയ രീതിയിൽ അപ്രാപ്യമാകും എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ്. വാസ്തവത്തിൽ റോഷി അഗസ്റ്റിൻ പൊട്ടിക്കരയുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. അദ്ദേഹത്തിന് അറിയാം ഇനി ഒരു പ്രതീക്ഷ ഇല്ല. ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്നതുകൊണ്ട് നഷ്ടം മാത്രമേ ഉള്ളൂ. ആകെ കിട്ടിയത് ഒരു മന്ത്രിസ്ഥാനം മാത്രമാണ്. ആ മന്ത്രിസ്ഥാനം കിട്ടിയെങ്കിൽ പോലും പിണറായിയുടെ കൂടെ 5 വർഷം പൂർത്തിയാക്കുമ്പോൾ തൻ്റെ രാഷ്ട്രീയ ജീവിതം കൂടി അവസാനിക്കുകയാണ് എന്നുള്ള വാസ്തവം റോഷി അഗസ്റ്റിൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ കൃത്യമായും കാര്യങ്ങൾ വിലയിരുത്തുന്നവരാണ്. ഇടതുപക്ഷത്തിൻ്റെ നെറുകേടിനെ വെച്ചുപുറപ്പിക്കാൻ ഒരു രീതിയിലും അവർ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് കൃത്യമായി അറിയാം. കേരള കോൺഗ്രസ് എമ്മിൻ്റെ രാഷ്ട്രീയ രീതികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഇനി തിരിച്ച് മുന്നണിയിലേക്ക് എടുക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് UDF കൃത്യമായി പറഞ്ഞ ഒരു വിഷയം കൂടിയാണ്. കാരണം UDFന് അത്തരം ഒരു ഫോർമുലയുടെ ആവശ്യമില്ല. കെ മാണി ജീവിച്ചിരുന്നപ്പോൾ തന്നെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം പ്രത്യേകം ബ്ലോക്കായി മാറി നിൽക്കാനാണ് ചരൽക്കുന്നിലെ യോഗത്തിൽ തീരുമാനമെടുത്തത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അന്ത്യം, അതിന് ശേഷം സംഭവിച്ച കാര്യങ്ങളെല്ലാം കൃത്യമായി എല്ലാവർക്കും അറിയാം. ഇടതുപക്ഷത്തേക്ക് മുന്നണി പ്രവേശനം നടത്തി CPIക്ക് വലിയ രീതിയിൽ അന്ന് ബുദ്ധിമുട്ടായി തോന്നുകയും ചെയ്തു. എന്നാൽ കേരള കോൺഗ്രസ് എമ്മിന് 5 നിയമസഭാ സാമാജികരെ കിട്ടിയത് താൽക്കാലിക ലാഭം മാത്രമാണ്. എന്നാൽ അത് എക്കാലത്തേക്കുമല്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലേക്ക് വൻ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം സീറ്റ് അവർക്ക് നഷ്ടമായി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതിലേറെ ആഘാതം ഉണ്ടാക്കി കൊടുക്കും എന്ന് തന്നെയാണ് മോൻസ് ജോസഫും അതുപോലെ തന്നെ PJ ജോസഫും കൃത്യമായി തന്നെ പറയുന്നത്. ഇതോടുകൂടി കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാക്കളായിട്ടുള്ള ജോബ് മൈക്കിളും M ജയരാജ് അടക്കമുള്ള നേതാക്കൾ തീർച്ചയായും ജോസ് കെ മാണിയെ വിട്ട് ജോസഫ് ഗ്രൂപ്പിലേക്ക് ചേക്കേറാൻ വേണ്ടിയുള്ള പ്ലാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. മാണി സി കാപ്പൻ ഇതിനോടകം തന്നെ സമ്മതം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ജോസഫ് ഗ്രൂപ്പുമായുള്ള ലയനത്തിന് വേണ്ടി. ഇത്തരം രാഷ്ട്രീയ ചർച്ചകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഇടുക്കി സീറ്റ് കൂടി നഷ്ടപ്പെടുമ്പോൾ റോഷി അഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടങ്ങളുടെ ഒരു വലിയ കണക്കായിരിക്കും. കാരണം കഴിഞ്ഞ തവണ മന്ത്രിസ്ഥാനം കിട്ടിയപ്പോൾ സന്തോഷമാണോ സങ്കടമാണോ എന്ന് ചോദിച്ചപ്പോൾ നേരിയ ദുഃഖമുണ്ട് ജോസ് കെ മാണി തോറ്റതിൽ എന്ന ഉത്തരം മാത്രമായിരുന്നു പറഞ്ഞതെങ്കിൽ ഇക്കുറി ഒരു വൻ ആഘാതമായിരിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് സംഭവിക്കുക എന്നുള്ളത് വ്യക്തമായി. 2 ഇല മണ്ണിൽ വീഴും എന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ടാണ് ജോസഫ് ഗ്രൂപ്പ് അടറാടുന്നത്.